കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് DNA ആസ്ട്രോളജി പ്രകാരം നമുക്ക് നോക്കാം. ഇത് രാശിചക്രത്തിലെ 3-ാമത്തെ നക്ഷത്രമാണ്. സൂര്യനാണ് ഇതിൻ്റെ അധിപൻ. അഗ്നിയാണ് ദേവത. കാർത്തിക നക്ഷത്രത്തിൻ്റെ DNA രഹസ്യങ്ങൾ ഇനി പറയുന്നവയാണ്. കാർത്തിക നക്ഷത്രം കൃത്തിക എന്നും ഇതറിയപ്പെടുന്നു. കാർത്തിക നക്ഷത്രത്തിൻ്റെ ചിഹ്നം കത്തി അല്ലെങ്കിൽ വാൾ, നൈഫ് ഓർ റേസർ ആണ്. ഇത് മുറിച്ചു മാറ്റുന്നതിനെയും ശുദ്ധീകരിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. 1. പിതൃവഴി ബന്ധം, പാറ്റേണൽ DNA. കാർത്തിക നക്ഷത്രം സൂര്യൻ്റെ അധീനതയിൽ വരുന്നതുകൊണ്ട് ഇത് പ്രധാനമായും അച്ഛൻ്റെ വശത്തുള്ള പാറ്റേണൽ സൈഡ് കർമ്മകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ്റെ കുടുംബത്തിൽ അധികാരമുള്ളവരോ ഗവൺമെൻറ് ജോലി ചെയ്തവരോ അല്ലെങ്കിൽ സമൂഹത്തിൽ വലിയ ബഹുമാനം ലഭിച്ചവരോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. 2. അഗ്നിയും ശുദ്ധീകരണവും, ഫയർ ആൻഡ് പ്യൂരിഫിക്കേഷൻ. ഈ നക്ഷത്രക്കാരുടെ DNAയിൽ പഴയതിനെ നശിപ്പിച്ച് പുതിയത് കെട്ടിപ്പടുക്കുക എന്നൊരു സ്വഭാവമുണ്ടാകും. കുടുംബത്തിൽ ആരെങ്കിലും പാചകക്കാർ, കുക്സ്, കൊല്ലപ്പണിക്കാർ അല്ലെങ്കിൽ തീയും ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തവർ ഉണ്ടായിരിക്കാം. 3. കർമ്മ രജിസ്റ്റർ, കാർമിക് രജിസ്റ്റർ. ദേഷ്യം. ഇവരുടെ DNAയിൽ പെട്ടെന്ന് ദേഷ്യം വരാനുള്ള പ്രവണതയുണ്ടാകും. എന്നാൽ അത് പെട്ടെന്ന് തന്നെ ആറുകയും ചെയ്യും. വിമർശനം. തെറ്റുകളെ കഠിനമായി വിമർശിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും. കുടുംബത്തിൽ ആരെങ്കിലും വലിയ ഉപദേശികളോ മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്തുന്നവരോ ആയിരുന്നിരിക്കാം. 4. ദത്തുപുത്രൻ അഥവാ വളർത്തുദോഷം, അഡോപ്ഷൻ ഓർ ഫോസ്റ്ററിംഗ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ പുരാണ കഥ പ്രകാരം കാർത്തികേയൻ ഈ നക്ഷത്രക്കാർക്ക് സ്വന്തം മാതാപിതാക്കളെക്കാൾ മറ്റു ചില വ്യക്തികളുമായി, അമ്മുമ്മ, അമ്മായി തുടങ്ങിയവർ കൂടുതൽ അടുപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ആരെങ്കിലും ദത്തുപോയവരോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സംരക്ഷണയിൽ വളർന്നവരോ ഉണ്ടായിരിക്കാം. കാർത്തിക നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട DNA സൂചനകൾ. ഭക്ഷണം. കാർത്തിക നക്ഷത്രക്കാർക്ക് പാചകം ചെയ്യുന്നതിലും ഭക്ഷണം വിളമ്പുന്നതിലും വലിയ താൽപ്പര്യമുണ്ടാകും. മറ്റുള്ളവർക്ക് ചൂടുള്ള ഭക്ഷണം നൽകുന്നത് ഇവരുടെ കർമ്മദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. സത്യസന്ധത. സൂര്യൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് സത്യസന്ധത പാലിക്കുന്നത് ഇവരുടെ ഭാഗ്യം വർദ്ധിപ്പിക്കും. ആരോഗ്യം. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ചൂടുമൂലമുള്ള അസുഖങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കണം. കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് വിശകലനം ചെയ്യാം. കാർത്തിക ഒരു മിശ്ര നക്ഷത്രമാണ്. അതായത് ഇതിൻ്റെ ഒരു പാദം, 1-ാം പാദം മേടം രാശിയിലും ബാക്കി 3 പാദങ്ങൾ ഇടവം രാശിയിലുമാണ് വരുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തെയും പാരമ്പര്യത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. 1. അഗ്നിയുടെയും സൂര്യൻ്റെയും സ്വാധീനം. കാർത്തികയുടെ ദേവത അഗ്നിയാണ്, നക്ഷത്രനാഥൻ സൂര്യനും. ഇതിൻ്റെ DNA കോഡ് പ്രധാനമായും ശുദ്ധീകരണത്തെ, പ്യൂരിഫിക്കേഷനെ സൂചിപ്പിക്കുന്നു. കുടുംബം. നിങ്ങളുടെ കുടുംബ പരമ്പരയിൽ പ്രത്യേകിച്ച് അച്ഛൻ്റെ വശത്ത് ആരെങ്കിലും സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടിയവരോ അല്ലെങ്കിൽ ആചാരപരിഷ്കർത്താക്കളോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. വ്യക്തിത്വം. സ്വർണത്തെ തീയിലൊരുക്കി ശുദ്ധീകരിക്കുന്നത് പോലെ ജീവിതത്തിലെ കഠിനമായ അനുഭവങ്ങളിലൂടെ സ്വയം പാകപ്പെട്ടവരായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ. 2. മുറിച്ചുമാറ്റൽ, ദ കട്ടർ. കാർത്തികയുടെ ചിഹ്നം കത്തി അല്ലെങ്കിൽ വാളാണ്. DNA ആസ്ട്രോളജി പ്രകാരം ആവശ്യമില്ലാത്ത ബന്ധങ്ങളോ സാഹചര്യങ്ങളോ മുറിച്ചു മാറ്റാനുള്ള ഒരു വാസന നിങ്ങളിലുണ്ടാകും. കുടുംബ ചരിത്രത്തിൽ ആരെങ്കിലും സർജൻസ്, തയ്യൽക്കാരോ മരം വെട്ടുകാരോ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരോ ഉണ്ടായിരിക്കാം. 3. വളർത്തമ്മ അഥവാ പോറ്റമ്മ ബന്ധം, ദ ഫോസ്റ്റർ മദർ. കാർത്തിക നക്ഷത്രത്തിൻ്റെ പുരാണ പശ്ചാത്തലം സുബ്രഹ്മണ്യ സ്വാമിയെ വളർത്തിയ 6 കാർത്തിക സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. DNA സൂചന. കാർത്തിക നക്ഷത്രക്കാർക്ക് പലപ്പോഴും സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ സ്നേഹം മറ്റേതെങ്കിലും സ്ത്രീയിൽ നിന്ന്, അമ്മുമ്മ, അമ്മായി അല്ലെങ്കിൽ അയൽവാസി, ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ആരെങ്കിലും ദത്തെടുക്കപ്പെട്ടവരോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലല്ലാതെ മറ്റൊരിടത്ത് വളർന്നവരോ ആയ പൂർവികർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
4. ഭക്ഷണവും DNA-യും. കാർത്തിക നക്ഷത്രത്തിന് ഭക്ഷണവുമായി വലിയ ബന്ധമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ പാചകകലയിൽ വലിയ പ്രാവീണ്യമുള്ളവർ ഉണ്ടാകും. പരിഹാരം: നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കരുത്. അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കും. മറ്റുള്ളവർക്ക് വിശക്കുമ്പോൾ ഭക്ഷണം നൽകുന്നത്, പ്രത്യേകിച്ച് ചൂടുള്ള ഭക്ഷണം, നിങ്ങളുടെ കുടുംബത്തിലെ പിതൃദോഷങ്ങൾ മാറാൻ സഹായിക്കും. 5. കാർത്തിക നക്ഷത്രക്കാരുടെ കർത്തവ്യം, കാർമിക് ഡ്യൂട്ടി. കുടുംബത്തിന്റെ അന്തസ്സും പേരും നിലനിർത്തുക എന്നത് നിങ്ങളുടെ DNA-യിലെ ഒരു പ്രധാന ഉത്തരവാദിത്വമാണ്. അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ അറിവ് മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുക.